ഒരു കാര്യം ഒരു സഹോദരി ചോദിച്ചിരുന്നു, 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചൊല്ലുന്നതിന്റെ മഹത്വം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എഴുത്തിൽ ചോദിച്ചിരുന്നു. അത് ഇമാം ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനപ്പെട്ടവർ ഫുസൂലുൽ ഹികമിൽ ബഹുമാനപ്പെട്ടവർ ഒരു വചനം ഉദ്ധരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: വല്ലദി ഉസീക ബിഹി, ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യുകയാണ്. ഇബ്നു അറബി തങ്ങൾ പറയാൻ, അൻ തുഹാഫിള അലാ അൻ തശ്തരിയ നഫ്സക മിനല്ലാഹ് ബിഇത്ഖി റഖബതക മിനന്നാർ, നിന്റെ പെരടി നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നിന്റെ നഫ്സിനെ നീ ഇങ്ങോട്ട് വാങ്ങിക്കണം എന്ന് ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യാൻ. അതെങ്ങനെ നിന്റെ തടി അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് വാങ്ങിക്കൽ എങ്ങനെയാണ്? ബിഅൻ തഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 മറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 തവണ നീ ചൊല്ലലാണ്. ഫഇന്നല്ലാഹ യുഅ്തിഖു റഖബതക ബിഹാ മിനന്നാർ ഔ റഖബത മൻ തഖൂലുഹാ അൻഹു മിനന്നാസ്, നിന്റെ പെരടി അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മാത്രമല്ല, നീ ആർക്ക് വേണ്ടി ചൊല്ലുന്നുവോ അവരുടെയും പെരടി മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നർത്ഥം. വവറദ ഫീ ദാലിക ഖബറുൻ നബവിയ്യുൻ, ഇതിൽ നബി തങ്ങളിൽ നിന്ന് ഹദീസും വന്നിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഫുസൂലുൽ ഹികമിൽ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക മുസ്ലിമീങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഹ്ലുകാരെ മുഴുവനും അങ്ങനെ ഒരു പതിവ്, അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയൊക്കെ 70,000 വീതം ദിക്റുകൾ ചൊല്ലുന്നത് അതിന്റെ പേരിലാണ്. അപ്പോ അതിന്റെ വിഷയം അങ്ങനെയാണ്. വേറെയും അതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ذكر الشيخ أبو محمد عبد الله بن أسعد اليافعي ثم الشافعي, മഹാനായ അബൂ മുഹമ്മദ് അൽ യാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കിതാബ് അൽ ഇർഷാദ് വത്തത്രീസ് ഫി ഫളി ദിക്രില്ലാഹി വതിലാവത്തി കിതാബിഹിൽ അസീസ്, അതിൽ അദ്ദേഹം മഹാനായ ഖുർത്തുബി അൽ മാലിക്കി അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഷെയ്ഖ് അബൂ സഈദ് തങ്ങൾ ഉദ്ധരിക്കുന്നു, ഖാല സമിഅതു ഫീ ബഅദിൽ ആഥാർ അന്ന മൻ ഖാൽ, സ്വഹാബികളും അവരുടെ പിന്മുറക്കാരുമായ മഹാന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 മറ കാനത് ഫിദാഅഹു മിനന്നാർ, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 തവണ ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് മോചനത്തിന് കാരണമാണ് എന്ന് മഹാനായ ഖുർത്തുബി അൽ മാലിക്കി അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഷെയ്ഖ് അവറുകൾ പറയുന്നത് ഞാൻ കേട്ടുവന്ന് ഷെയ്ഖ് അബൂ മുഹമ്മദ് അബ്ദുല്ലാഹി ബിൻ അസ്അദ് അൽ യാഫിഈ ശാഫിഈ ബഹുമാനപ്പെട്ടവർ അവരുടെ കിതാബ് അൽ ഇർഷാദ് വത്തത്രീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 310-ാമത്തെ പേജിൽ ഇമാം ദസൂഖി തങ്ങൾ അവരുടെ ഹാഷിയയിൽ ഉമ്മുൽ ബറാഹിൻ ഹാഷിയ രേഖപ്പെടുത്തിയതിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായിരുന്നാലും ഈ ഖുർത്തുബി എന്ന് പറഞ്ഞ അബൂ സഈദ് അൽ ഖുർത്തുബി മുഫസ്സിർ അല്ല, ബഹുമാനപ്പെട്ടവർ മുഹദ്ദിസാണ്. ഹിജറ 259 വഫാത്തായ മുഹദ്ദിസാൻ മഹാനായ ഈ അബൂ സഈദ് അൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു. ഏതായിരുന്നാലും അതിന്റെ സംശയം ചോദിച്ചതിന്റെ പേരിൽ അത് നമ്മൾ